ചാരിറ്റി കാർഡ് 499 രൂപയ്ക്ക് 3 ലക്ഷം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടിരുന്നു. അപ്പൊ അത് എന്താണ് അതിന്റെ സത്യാവസ്ഥ? അതുപോലെ ഒരു തട്ടിപ്പാണെന്ന് പറഞ്ഞു. ചാരിറ്റി കാർഡ് ഇറക്കിയിട്ടില്ല. കാരണം ഞാനും കണ്ടു സോഷ്യൽ മീഡിയയില് ചാരിറ്റി കാർഡ് 499 രൂപയ്ക്ക് 3 ലക്ഷം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലക്ഷം വരെ ചാരിറ്റി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലഭിക്കും എന്നാണ്. എന്നിട്ട് ഏതൊരു സ്ത്രീയൊക്കെ പോലീസിൽ പോയി പരാതിപ്പെട്ടു, അതിന്റെ കാശൊക്കെ പോയി. അത് GST അടയ്ക്കാനുള്ള പൈസ, ആദ്യം കാർഡിന്റെ പൈസ, അത് കഴിയുമ്പോൾ എത്രയോ ആയിരം GST അടയ്ക്കാം 3 ലക്ഷത്തിന്റെ. അത് കഴിയുമ്പോഴാണ് 3 ലക്ഷം കിട്ടുക. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ചാരിറ്റി ഞാൻ ഇന്ന് വരെ 1 രൂപ ആരുടെയും കളക്ട് ചെയ്തിട്ടില്ല. ആകെ ഞാൻ സംഭാവനയ്ക്ക് ഇറങ്ങിയത് അബ്ദുറഹീമിന്റെ വധശിക്ഷ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ 1 കോടി രൂപ കൊടുത്തുകൊണ്ട് യാചകനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തി തൃശ്ശൂരായപ്പോഴേക്കും 34 പേരെ 44 കോടി രൂപ കിട്ടി. അത് തന്നെ ഞാൻ ആദ്യത്തെ ദിവസം പെട്ടി പിടിച്ചിട്ട് ഇറങ്ങിയത്. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. കാരണം ബോച്ചെ ഫാൻസ് എന്നുള്ള പേരിൽ പല ജില്ലയിലും വേറെ ആൾക്കാർ പിരിവെടുക്കാൻ തുടങ്ങി. അപ്പൊ ആ പരിപാടി നിർത്തിയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ വിവാദങ്ങൾക്ക് ക്ഷാമില്ലാത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ പൈസ കൈകൊണ്ട് തൊടാണ്ട് ആകെ ചെയ്ത ഒരു കാര്യം അതാണ്. ഇപ്പൊ നിമിഷപ്രിയയുടെ ഇന്നലെ ഒരു ചർച്ചയുണ്ടായി. ഇപ്പൊ വീണ്ടും ഒരു വ്യക്തി, മാന്യ വ്യക്തി യമനിൽ പോയി, അപ്പൊ പേര് പറയുന്നില്ല, ഇന്നലെ വന്ന് തിരിച്ച് ഞാനുമായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഏകദേശം നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷെ അതിന്റെ തീരുമാനങ്ങളും ചർച്ചകളും ഫിനാൻസും ഒക്കെ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കണം. അബ്ദുറഹീമിന്റെ 44 കോടി രൂപ വന്നു 34 കോടി രൂപയ്ക്ക്. ബാക്കി 10 കോടി രൂപയോളം ബാലൻസ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് സംസാരിക്കും. എന്നിട്ട് അതിൽ നിന്നും ബാക്കി പിരിച്ചിട്ടും എന്റെ വക 1 കോടി കൊടുത്തുകൊണ്ടും ഒക്കെ ആയിട്ട് വീണ്ടും നിമിഷപ്രിയയെ രക്ഷിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കും എന്നതാണ്. അപ്പൊ പറഞ്ഞ ചാരിറ്റിയുടെ പേരിൽ ഒരാൾ ഒരു പൈസ ആർക്കും കൊടുക്കണ്ട, എന്റെ പേരിൽ എന്ന് പ്രത്യേകം പറയാം.